ഇന്ത്യയുടെ സ്വന്തം ഓഫ് റോഡ് രാജാവായ താറും നിരത്തുകളിലെ കരുത്തനായ സ്കോർപിയോയും ഇനി ഇലക്ട്രിക് അവതാരത്തിൽ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഈ ഓഗസ്റ്റ് 15-ന് ഇന്ത്യൻ വാഹന ലോകത്തെ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് മഹീന്ദ്ര. ഇലക്ട്രിക് താറിന്റെയും സ്കോർപിയോയുടെയും പുതിയ കൺസെപ്റ്റ് മോഡലുകൾ അവർ അവതരിപ്പിക്കാൻ പോകുന്നു. എന്തെല്ലാമാണ് ഈ വാഹനങ്ങളുടെ പ്രത്യേകതകൾ? നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. നിലവിലുള്ള താറിൽ ഒരു ബാറ്ററിയും മോട്ടോറും വെച്ചുള്ള ഒരു ഏർപ്പാടല്ല ഇത്. Thar.e എന്നത് തികച്ചും പുതിയൊരു വാഹനമാണ്. വിപ്ലവകരമായ ഡിസൈൻ. പഴയ താറുമായി ഇതിന് കാഴ്ചയിൽ കാര്യമായ സാമ്യം ഉണ്ടാകില്ല. ബോക്സി കരുത്തിന്റെ ഡിസൈൻ നിലനിർത്തുമെങ്കിലും തികച്ചും ഫ്യൂച്ചറിസ്റ്റിക് ലുക്കായിരിക്കും ഇതിന്. പുതിയ പ്ലാറ്റ്ഫോം. മഹീന്ദ്രയുടെ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം നിർമ്മിക്കുന്നത്. അതായത് ഒരു ഇലക്ട്രിക് വാഹനമായി തന്നെ ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഓഫ് റോഡ് പാരമ്പര്യം. പേടിക്കേണ്ട, താറിന്റെ ഓഫ് റോഡ് കഴിവുകൾക്ക് ഒരു കുറവും വരില്ല. ഇലക്ട്രിക് പ്ലാറ്റ്ഫോം ആണെങ്കിലും ഓഫ് റോഡിന് വേണ്ടി പ്രത്യേക മാറ്റങ്ങൾ വരുത്തിയാണ് ഇത് നിർമ്മിക്കുന്നത്. ഡ്യുവൽ മോട്ടോർ. 2 മോട്ടോറുകളുള്ള ഓൾ വീൽ ഡ്രൈവ് പതിപ്പ് പ്രതീക്ഷിക്കാം. ഇത് ഓഫ് റോഡിൽ അസാമാന്യ കരുത്തു നൽകും. കൂടാതെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ടാകും. ഓഗസ്റ്റ് 15-ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ റെഡി കൺസെപ്റ്റ് ആണ്. അതായത് നിരത്തിലിറങ്ങാൻ പോകുന്ന വാഹനത്തോട് ഏറെ സാമ്യമുള്ള മോഡൽ. അടുത്തത് നിരത്തുകളിലെ രാജാവായ സ്കോർപിയോ ആണ്. വിഷൻ എസ് എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഇലക്ട്രിക് സ്കോർപിയോ നിലവിലെ സ്കോർപിയോയുടെ Nന്റെ ഒരു പുതിയ ഇലക്ട്രിക് പതിപ്പായിരിക്കും. ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക്. താറിനെ പോലെ തന്നെ സ്കോർപിയോയുടെയും ഇലക്ട്രിക് പതിപ്പിനും തികച്ചും ആധുനികവും ഫ്യൂച്ചറിസ്റ്റിക്കുമായ ഡിസൈൻ ആയിരിക്കും. ഡ്യുവൽ മോട്ടോർ. ഇതിനും ഡ്യുവൽ മോട്ടോർ ഓപ്ഷനുകൾ ഉണ്ടാകും. മികച്ച പ്രകടനവും ഓൾ വീൽ ഡ്രൈവും ഉറപ്പാക്കും. ഓഗസ്റ്റ് 15-ലെ മഹീന്ദ്രയുടെ ഇവന്റ് ഈ 2 വാഹനങ്ങളിൽ മാത്രം ഒതുങ്ങില്ല. ഇലക്ട്രിക് വാഹനങ്ങൾക്കും സാധാരണ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച മറ്റ് കൺസെപ്റ്റുകളും മഹീന്ദ്ര പ്രദർശിപ്പിക്കും. എന്നാൽ ഒന്ന് ഓർക്കുക, ഈ വാഹനങ്ങളുടെ ലോഞ്ച് ഉടൻ ഉണ്ടാകില്ല. Thar.e പോലുള്ള വാഹനങ്ങൾ നിരത്തിലെത്താൻ ഇനിയും സമയമെടുക്കും. എന്നാൽ മഹീന്ദ്രയുടെ ഇലക്ട്രിക് ഭാവിയുടെ വ്യക്തമായ ഒരു ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 15-ന് നമുക്ക് ലഭിക്കും. മഹീന്ദ്രയുടെ ഈ പുതിയ നീക്കം ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന് ഉറപ്പാണ്. ഒരു ഇലക്ട്രിക് താറിലും സ്കോർപിയോയിലും യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.